ഹർജിയിൽ ഉന്നയിക്കും. തൗഫീഖ് അസ്ലമാണ് വിവരങ്ങൾ നൽകുന്നത്. തൗഫീഖ്, SIR നിർത്തിവെക്കണമെന്നിപ്പോൾ ആവശ്യം കേരളത്തിന്റെ ഭാഗത്ത് ഔദ്യോഗികമായി തന്നെ സുപ്രീം കോടതിയിലെത്തുന്നു. നടപടികളൊക്കെ തുടങ്ങിക്കഴിഞ്ഞ ശേഷമുള്ള ഒരു ആവശ്യം കൂടിയാണ്. എപ്പോഴായിരിക്കും കോടതി ഇത് പരിഗണിക്കുക? എന്തൊക്കെയാണ് ഹർജിയിൽ പറയുന്നത്? ജിൽസി, നിർണായക നീക്കമാണ് കേരളത്തിന്റെ ഭാഗത്ത് നിന്നുകൊണ്ട് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. SIR നടപടികൾ എത്രയും വേഗം നിർത്തിവെക്കാൻ സുപ്രീം കോടതി ഇടപെടണമെന്നാണ് ചീഫ് സെക്രട്ടറി സുപ്രീം കോടതിയിൽ നൽകിയ ഈ ഹർജിയിൽ ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ തിരക്കിലാണ് സംസ്ഥാനമുള്ളത്. നിരവധി ഉദ്യോഗസ്ഥരടക്കം ഈ തിരക്കിന്റെ ഭാഗമായിരിക്കുകയാണ്. അതിനിടയിൽ SIRമായി മുന്നോട്ട് പോവുക എന്നുള്ളത് അതൊരു പ്രായോഗികമായിട്ടുള്ള കാര്യമല്ല. അതുകൊണ്ട് ഡിസംബർ 21 തീയതി വരെ ഇത് നിർത്തിവെക്കണമെന്നാണ് സുപ്രീം കോടതിയിൽ ചീഫ് സെക്രട്ടറി നൽകിയിരിക്കുന്ന ഈ ഹർജിയിലൂടെ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിനോടൊപ്പം ഈ SIRും മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ അത് സംസ്ഥാനത്തിന്റെ ഭരണ സംവിധാനത്തെ സമീപിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങും. അത് പലതരത്തിലുള്ള ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങൾ സംസ്ഥാനത്ത് സൃഷ്ടിക്കും. അതുകൊണ്ട് എത്രയും വേഗം ഒരു ഇടപെടൽ സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നുകൊണ്ട് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ചീഫ് സെക്രട്ടറി ഇപ്പോൾ കോടതിയെ സമീപിച്ചിരിക്കുന്നത്. നിരവധി പ്രശ്നങ്ങൾ നമുക്കറിയാവുന്നതുപോലെ SIR പ്രഖ്യാപിച്ചതിന് ശേഷം കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇപ്പോൾ കേരളം സുപ്രീം കോടതിയെ സമീപിക്കുകയും SIR ഡിസംബർ 21 വരെ, അതായത് തെരഞ്ഞെടുപ്പ് നടപടികളെല്ലാം പൂർത്തിയാകുന്നത് വരെ നിർത്തിവെക്കാൻ നിർദ്ദേശം നൽകണമെന്നാണ് സുപ്രീം കോടതിയോട് ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഉടൻ തന്നെ ഈ ഹർജി സുപ്രീം കോടതി പരിഗണിക്കുമെന്നാണ് നിലവിൽ ലഭിക്കുന്ന വിവരം. ഇന്ന് പുലർച്ചെയാണ് ഈ ഒരു ഹർജി സുപ്രീം കോടതിയിൽ ഓൺലൈൻ വഴി സമർപ്പിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം മുസ്ലിം ലീഗ് ഉൾപ്പെടെ സുപ്രീം കോടതിയെ സമീപിക്കുകയും SIR നടപടികൾ നിർത്തിവെക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ കേരളവും കൂടി സംസ്ഥാനവും കൂടി ചീഫ് സെക്രട്ടറി ഇപ്പോൾ സുപ്രീം കോടതിയിൽ ഒരു ഹർജി നൽകിയിരിക്കുന്നത്. എല്ലാ പ്രധാനപ്പെട്ട പാർട്ടികളും BJP ഒഴികെയുള്ള എല്ലാ പ്രധാന പാർട്ടികളും ഇപ്പോൾ സുപ്രീം കോടതിയിലേക്ക് എത്തുകയാണ്. സമാനമായിട്ടുള്ള ആവശ്യങ്ങൾ ഉയർത്തിക്കൊണ്ടാണ് എല്ലാവരും കോടതിയെ സമീപിക്കുന്നത്. MV ഗോവിന്ദനും അതോടൊപ്പം തന്നെ പ്രതിപക്ഷ നേതാവും ഉൾപ്പെടെയുള്ള ആളുകളും സുപ്രീം കോടതിയിൽ ഹർജി നൽകുമെന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ. അങ്ങനെയെങ്കിൽ ഈ എല്ലാ ഹർജികൾ കൂടി ഒരുമിച്ചായിരിക്കും സുപ്രീം കോടതി പരിഗണിക്കുക. എപ്പോഴായിരിക്കും ഇത് പരിഗണിക്കുക എന്നതിനെക്കുറിച്ച് നിലവിലൊരു വ്യക്തത ഇതുവരെയും ഉണ്ടായിട്ടില്ല. എന്തായാലും ഉടൻ തന്നെ സുപ്രീം കോടതി ഇതിലെ വാദം കേൾക്കും. കാരണം SIR നടപടികൾ ആരംഭിച്ചിരിക്കുന്നു. തെരഞ്ഞെടുപ്പിന് ഇനിയിപ്പോൾ കഷ്ടിച്ചൊരു മാസം മാത്രമാണ് ബാക്കി നിൽക്കുന്നത്. അതിനിടയിൽ നിരവധി പ്രശ്നങ്ങളുണ്ടെന്ന് കേരളം തന്നെ സുപ്രീം കോടതിയെ ബോധിപ്പിക്കുന്നു. ആ ഒരു സാഹചര്യത്തിൽ എന്തായിരിക്കും സുപ്രീം കോടതിയുടെ തീരുമാനം? സുപ്രീം കോടതി എന്ത് തീരുമാനമെടുത്താലും അത് നിർണായകമായിരിക്കും. കേരളം നേരത്തെ തന്നെ SIRനെതിരെ രംഗത്തെത്തിയിരുന്നു. SIRന്റെ തീയതി 12 സംസ്ഥാനങ്ങളിൽ SIRന്റെ രണ്ടാം ഘട്ടം പ്രഖ്യാപിക്കുന്നതിന് മുമ്പേ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷനോട്, കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ആവശ്യപ്പെട്ടിരുന്നു ഈ നടപടികൾ നിർത്തിവെക്കണമെന്ന്. ആ സമയവും മുന്നോട്ട് വെച്ചിരുന്ന ഒരു കാരണം ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് തന്നെയായിരുന്നു. തെരഞ്ഞെടുപ്പ് കഴിയുന്നത് വരെ നിർത്തിവെക്കണമെന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് സംസ്ഥാന കമ്മീഷനെ ആവശ്യപ്പെട്ടിട്ട് പോലും ഒരു അനുകൂലമായിട്ടുള്ള തീരുമാനം കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തുനിന്നുകൊണ്ട് ഉണ്ടായില്ല. 12 സംസ്ഥാനങ്ങളിലോടൊപ്പം കേരളത്തെയും കൂടി പ്രഖ്യാപിക്കുകയായിരുന്നു. ഇതാണ് ഇപ്പോൾ ഇത്തരമൊരു പ്രതിസന്ധിക്ക് കാരണമായിരിക്കുന്നത്.